നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. ഹായ്, ആരിഫ് ഹുസൈൻ ഡീബങ്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്ന വീഡിയോയിൽ ഒരു ഇസ്ലാം വിമർശകനും അയാളുടെ പരിപാടിയിലേക്ക് വിളിക്കുന്ന മറ്റൊരു വ്യക്തിയും ചേർന്ന് എങ്ങനെയാണ് യാതൊരു യുക്തിയുമില്ലാതെ മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാം. സ്വതന്ത്ര ചിന്തയുടെയും യുക്തിവാദത്തിന്റെയും പേരും പറഞ്ഞു നടക്കുന്ന ഇയാൾ യഥാർത്ഥത്തിൽ മതവിമർശനം എന്ന മുഖംമൂടി വെച്ചുകൊണ്ട് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തീവ്രവാദ അജണ്ടകൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ അയാൾ തന്നെ തുറന്നു സമ്മതിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ അങ്ങേയറ്റം വർഗീയവാദികളാണെന്ന് മുദ്രകുത്താനും ലവ് ജിഹാദ് പോലുള്ള തീവ്ര വലതുപക്ഷ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളെ യാതൊരു തെളിവുമില്ലാതെ ന്യായീകരിക്കാനും ഇസ്ലാമിലെ മഹത്തായ സ്വർഗീയ സങ്കല്പങ്ങളെ വളരെ തരംതാണ ഭാഷയിൽ അപഹസിക്കാനുമാണ് ഇയാൾ ഇവിടെ ശ്രമിക്കുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരം വാദങ്ങളെ നമുക്ക് യുക്തിയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാം. വെറുപ്പിന്റെ അജണ്ടയും ഇരട്ടത്താപ്പും. പക്ഷെ അതങ്ങനെ ഡയറക്ട്ലി എത്തൂല എന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. അപ്പോൾ അത് ഇൻഡയറക്ട്ലി എത്തിക്കണം. അതിന് ആരെയാണ് നമ്മൾ എംപവർ ചെയ്യേണ്ടത്? മുസ്ലിങ്ങളല്ലാതെയുള്ള ആളുകൾ. അതാണ് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട പണി. പിന്നെ അതുകൂടാതെ ഇവിടെ മുസ്ലിങ്ങൾക്കൊരു ബോധമുണ്ട്. അവര് ഭയങ്കര എന്തോ ഒരു മുൻകൂടി ഒരു കൂട്ടമാണ്. അവരങ്ങനെയൊന്നും ചെയ്യാറില്ല. വർഗീയത എന്ന് പറയുന്നത് വേറെ ആളുകൾ മാത്രമേ ചെയ്യാറുള്ളൂ. നമ്മൾ വർഗീയതൊന്നും ചെയ്യാറില്ല. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് മുസ്ലിങ്ങൾ ഇവിടെ പോകുന്നത്. അങ്ങനെയല്ല. ഇവിടുത്തെ വർഗീയത മറ്റുള്ള ആളുകൾക്ക് ഇല്ലാത്ത ഇതിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഇതിനെ ചാർജ് ചെയ്ത്, ഈ മതം കൊണ്ട് ചാർജ് ചെയ്യുന്ന പണി പോലും ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. ഇതൊരു അടിസ്ഥാനപരമായ വൈരുദ്ധ്യമാണ്. സമൂഹത്തിലെ ഒരു ജനവിഭാഗത്തെ ഒറ്റപ്പെടുത്താനും അവർക്കെതിരെ വെറുപ്പ് പടർത്താനും ബോധപൂർവം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരെ വർഗീയവാദികൾ എന്ന് വിളിക്കാൻ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? ഇയാൾ ആരോപിക്കുന്നത് പോലെ മുസ്ലിമുകൾ മതത്തിന്റെ പേരിൽ വർഗീയത ചാർജ് ചെയ്യുന്നു എന്നാണ് വാദം. എന്നാൽ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ പരിശോധിച്ചാൽ ഇയാളുടെ വാദത്തിന്റെ പൊള്ളത്തരം മനസ്സിലാകും. ഇസ്ലാം വംശീയതയെയും അന്ധമായ ഗോത്രവർഗീയതയെയും കർശനമായി വിലക്കിയ മതമാണ്. അൽ ഹുജുറാത്ത് എന്ന അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിൽ അള്ളാഹു വളരെ വ്യക്തമായി പറയുന്നു, ഓ മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം തിരിച്ചറിയുന്നതിനു വേണ്ടി നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളുമാക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു. അതായത് വംശത്തിന്റെയോ ജാതിയുടെയോ നിറത്തിന്റെയോ അടിസ്ഥാനത്തിലുള്ള എല്ലാ വേർതിരിവുകളെയും റദ്ദാക്കിക്കൊണ്ട് മനുഷ്യകുലത്തെ ഒന്നായി കാണുന്ന ദർശനമാണ് ഇസ്ലാം. ഇനി നമുക്ക് ഈ വിമർശകന്റെ സ്വന്തം ലോകവീക്ഷണം വെച്ച് ഈ വാദത്തെ ഒന്ന് പരിശോധിക്കാം. നിരീശ്വരവാദം അല്ലെങ്കിൽ ഭൗതികവാദം എന്ന ദർശനത്തിൽ ശരിയോ തെറ്റോ എന്ന് വേർതിരിക്കാൻ വസ്തുനിഷ്ഠമായ യാതൊരു ധാർമ്മിക മാനദണ്ഡവുമില്ല. ഈ പ്രപഞ്ചം അന്ധമായ ഭൗതിക പ്രക്രിയകളിലൂടെ യാദൃശ്ചികമായി ഉണ്ടായതാണെന്നും മനുഷ്യർ കേവലം പരിണമിച്ചുണ്ടായ മൃഗങ്ങൾ മാത്രമാണെന്നും വിശ്വസിക്കുന്ന ഒരാൾക്ക് ഏതടിസ്ഥാനത്തിലാണ് വർഗീയത എന്നതൊരു തെറ്റാണെന്ന് പറയാൻ സാധിക്കുക? ജീവശാസ്ത്രപരമായ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടം മാത്രമാണ് ജീവിതമെന്ന് വിശ്വസിക്കുന്ന ഒരു ഭൗതികവാദിക്ക് ഒരു കൂട്ടം ആളുകൾ മറ്റൊരു കൂട്ടം ആളുകളോട് ശത്രുത കാണിക്കുന്നത് പ്രകൃതിയുടെ ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമായിട്ടേ കാണാൻ കഴിയൂ. അവിടെ നീതിയെന്നോ അനീതിയെന്നോ ഉള്ള വേർതിരിവുകൾക്ക് യാതൊരർത്ഥവുമില്ല. സ്വന്തം ലോകവീക്ഷണത്തിൽ വർഗീയത ഒരു തിന്മയാണെന്ന് സ്ഥാപിക്കാൻ പോലുമുള്ള അടിസ്ഥാനമില്ലാത്ത ഇയാൾ തികഞ്ഞ ധാർമ്മിക അടിത്തറയുള്ള ഇസ്ലാമിനെ വിമർശിക്കുന്നത് സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് അറിയാതെയുള്ള വിപ്രാളം മാത്രമാണ്. ലവ് ജിഹാദ് എന്ന ഗൂഢാലോചനാ സിദ്ധാന്തം അങ്ങനെ അതുകൂടി നമ്മളിവിടെ ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള പല ആളുകളും വിളിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് അത് നമ്മളിവിടെ കേൾപ്പിക്കുന്നതിന്റെ കാരണം അത്. പിന്നെ നമ്മൾ പറയാറുള്ള പോലെ ഈ ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ, കൺവേർഷൻ ജിഹാദ്, ലവ് ട്രാപ്പ് ജിഹാദ്, എന്ത് പേരിട്ട് വിളിച്ചാലും ആ സാധനങ്ങൾ അങ്ങനെ പല. ഇന്ത്യൻ പാർലമെന്റിൽ ആഭ്യന്തര മന്ത്രാലയം തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുള്ളത് ലവ് ജിഹാദ് എന്നൊരു വാക്ക് നിയമത്തിൽ നിർവചിക്കപ്പെട്ടിട്ടില്ല എന്നും കേന്ദ്ര അന്വേഷണ ഏജൻസിയായ NIA അടക്കമുള്ളവ ഇത്തരം യാതൊരു കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുമാണ്. രാജ്യത്തെ പരമോന്നത കോടതികളും അന്വേഷണ ഏജൻസികളും തള്ളിക്കളഞ്ഞ ഒരു അടിസ്ഥാനരഹിതമായ വാദത്തെയാണ് ശാസ്ത്രീയ തെളിവുകൾ മാത്രം വിശ്വസിക്കുന്നു എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഈ യുക്തിവാദി ഇവിടെ സത്യമെന്ന നിലയിൽ അവതരിപ്പിക്കുന്നത്. ഇതൊരു വലിയ ആന്തരിക വൈരുദ്ധ്യമാണ്.
മതമെന്ന് കേൾക്കുമ്പോൾ മാത്രം ശാസ്ത്രീയ തെളിവുകൾ വേണമെന്നും ലബോറട്ടറി പരിശോധന വേണമെന്നും വാശി പിടിക്കുന്ന ഇയാൾ മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയ ഒരു ഹിന്ദുത്വ വലതുപക്ഷ അജണ്ട വരുമ്പോൾ യാതൊരു തെളിവുമില്ലാതെ അത് വിഴുങ്ങാൻ തയ്യാറാകുന്നു. ഇയാളുടെ ഉദ്ദേശ്യം സത്യം കണ്ടെത്തുക എന്നതല്ല, മറിച്ച് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം ജനിപ്പിക്കുന്ന ഏത് നുണയും പ്രചരിപ്പിക്കുക എന്നത് മാത്രമാണ് എന്നിവിടെ വ്യക്തമാകുകയാണ്. സ്വന്തം യുക്തിക്കും അന്വേഷണത്വരയ്ക്കും മുകളിൽ രാഷ്ട്രീയമായ ഇസ്ലാം വിരോധം ഇയാളെ എത്രത്തോളം അന്ധനാക്കിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. സമാധാനപരമായി ജീവിക്കുന്ന ഒരു സമുദായത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ലക്ഷ്യമിട്ടുള്ള ഈ ആരോപണങ്ങളെ ശാസ്ത്രത്തിന്റെയോ യുക്തിയുടെയോ പേരിൽ ന്യായീകരിക്കാൻ ഇയാൾക്ക് യാതൊരു അർഹതയുമില്ല. സ്വർഗീയ സുഖങ്ങളും യുക്തിരാഹിത്യവും. എനിക്കൊരു കാര്യം പറയണ്ട, ഈ മയിൽക്കുട്ടീനെ പറ്റി പറഞ്ഞു. ജസ്റ്റ് നമ്മുടെ എസെൻസിന്റെ ഒരു ഷോർട്സ് ഇറക്കിയാണ് നമ്മൾ ചെയ്ത പരിപാടിന്. അപ്പൊ നമ്മളതൊരു സ്വർഗത്തിനെ പറ്റിയിട്ട് പറയണേ. അപ്പൊ കുറെ കാക്കമാര് വന്നിട്ട് സ്വർഗത്തിൽ തേനും പാലും മാത്രം എന്നൊക്കെ മറ്റു പലതും ഉണ്ട്. അപ്പോൾ വലിയ കമന്റ് ഇല്ല, പെണ്ണുങ്ങളുടെ സ്ഥലങ്ങളെ പറ്റി അതെവിടെയാ പറഞ്ഞത്? ഇവിടെ ഇയാളും ഇയാളുടെ ഫോൺ കോളിലെ സുഹൃത്തും ചേർന്ന് ഇസ്ലാമിലെ പരലോക സങ്കല്പങ്ങളെയും സ്വർഗത്തെയും വളരെ നികൃഷ്ടമായ ഭാഷയിൽ അപഹസിക്കുകയാണ്. മുസ്ലിങ്ങളെ കാക്കമാരെന്ന് വിളിക്കുന്നതിലൂടെ തന്നെ ഇവരുടെ ഉള്ളിലെ വർഗീയമായ വിദ്വേഷം എത്രത്തോളമുണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ തങ്ങൾക്ക് തോന്നുംപടി ഇസ്ലാമിന് ഒരു പുതിയ രൂപമുണ്ടാക്കി അതിനെയാണ് ആക്രമിക്കുന്നത്, അല്ലാതെ യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനത്തെയല്ല. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്വർഗമെന്നത് മനുഷ്യന്റെ ഭൗതികമായ ആഗ്രഹങ്ങളുടെ കേവലമായ ഒരു പകർപ്പല്ല. ഇസ്ലാമിക വിശ്വാസപ്രകാരം സ്വർഗമെന്നത് മനുഷ്യന്റെ ഭൗതികവും ആത്മീയവുമായ എല്ലാ പരിമിതികളിൽ നിന്നുമുള്ള പൂർണ്ണമായ മോചനമാണ്. ഈ ലോകത്തെ ദുഃഖങ്ങളും വേദനകളും ക്ഷീണവും രോഗങ്ങളുമില്ലാത്ത സമാധാനത്തിന്റെ ശാശ്വതമായ ഭവനമാണത്. ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ പാലിന്റെയും തേനിന്റെയും നദികളെക്കുറിച്ചൊക്കെ പറയുന്നത് മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ചില ഉപമകൾ എന്ന നിലയ്ക്ക് മാത്രമാണ്, അല്ലാതെ അത് ഭൗതിക ലോകത്തെ സാധാരണ പാലും തേനും പോലെയുള്ള ഒന്നല്ല. പ്രവാചകൻ മുഹമ്മദ് നബി സ്വർഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് സാഹി ബുഖാരിയിലെ മഹത്തായ ഒരു വചനത്തിൽ നമുക്ക് കാണാം. അള്ളാഹു പറയുന്നു, എന്റെ സജ്ജനങ്ങളായ ദാസന്മാർക്കു വേണ്ടി ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഒരുക്കിവെച്ചിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥ ഇസ്ലാമിക വീക്ഷണം. ഖുർആനിലെ അസ്സജദ അധ്യായത്തിലെ 17-ാമത്തെ വചനത്തിലും സമാനമായി പറയുന്നു, ഒരാൾക്കും അവർക്കുവേണ്ടി രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ള കൺകുളിർമ നൽകുന്ന പ്രതിഫലത്തെപ്പറ്റി അറിയാവുന്നതല്ല. ഈ ഉന്നതമായ ദാർശനിക സത്യത്തെ മനസ്സിലാക്കാനുള്ള ഭൗതികമായ ശേഷിയില്ലാത്തതുകൊണ്ടാണ് ഇവർ ഇത്തരം വില കുറഞ്ഞ പരിഹാസങ്ങളിലേക്ക് തരം താഴുന്നത്. ഇനി നമുക്ക് ഇവരുടെ സ്വന്തം ലോകവീക്ഷണത്തിലേക്ക് വരാം. നീതിയെക്കുറിച്ചും ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും വാചാലരാകുന്ന ഈ നിരീശ്വരവാദികളുടെ ലോകവീക്ഷണം എന്താണ് മനുഷ്യന് നൽകുന്നത്? അവരുടെ വാദപ്രകാരം മനുഷ്യൻ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, അതോടെ എല്ലാം അവസാനിക്കുന്നു. ഈ ലോകത്ത് സകലമാന ക്രൂരതകളും ചെയ്ത് ലക്ഷക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കി സുഖലോലുപനായി മരിക്കുന്ന ഒരു സ്വേച്ഛാധിപതിക്കും ജീവിതകാലം മുഴുവൻ പട്ടിണി കിടന്നും അടിച്ചമർത്തപ്പെട്ടും മരിക്കുന്ന ഒരു നിസ്സഹായനായ മനുഷ്യനും ഇവരുടെ ലോകവീക്ഷണത്തിൽ ലഭിക്കുന്നത് ഒരേ അന്ത്യമാണ്. രണ്ടുപേരും മണ്ണായിത്തീരുന്നു. അവിടെ ഒരു നീതിയുമില്ല, ഒരു പ്രതിഫലവുമില്ല. ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല എന്ന് വിശ്വസിക്കുന്ന കൊലപാതകിക്കും ഇരയ്ക്കും ഒരേ അന്ത്യം നൽകുന്ന ഈ അന്ധമായ ഭൗതികവാദ ദർശനം വെച്ചുകൊണ്ടാണോ ഇവർ സ്വർഗത്തിലെ പ്രതിഫലങ്ങളെയും നീതിയെയും പരിഹസിക്കുന്നത്? ശാശ്വതമായ നീതിയും സമാധാനവും വാഗ്ദാനം ചെയ്യുന്ന ഇസ്ലാമിക പരലോക സങ്കല്പത്തെ അയുക്തികമെന്ന് വിളിക്കുന്ന ഇവർ യാതൊരു ലക്ഷ്യവുമില്ലാത്ത സ്വന്തം ശൂന്യതാവാദത്തിന്റെ യുക്തിരാഹിത്യം ആദ്യം തിരിച്ചറിയണം. സ്വന്തം ലോകവീക്ഷണത്തിൽ മനുഷ്യജീവിതത്തിന് യാതൊരു മൂല്യവും കൽപ്പിക്കാൻ സാധിക്കാത്ത ഇവർക്ക് ഇസ്ലാമിന്റെ സമ്പൂർണമായ നീതിന്യായ വ്യവസ്ഥയെ വിമർശിക്കാൻ ഭൗതികമായി യാതൊരു യോഗ്യതയുമില്ല. ചുരുക്കത്തിൽ ബൗദ്ധികമായ സംവാദങ്ങൾ എന്ന പേരിൽ ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തികഞ്ഞ രാഷ്ട്രീയ അജണ്ടയുള്ള വിദ്വേഷ പ്രചാരണം മാത്രമാണ്. ലവ് ജിഹാദ് പോലുള്ള വ്യാജ വാർത്തകളെ യാതൊരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കാനും ഒരു സമുദായത്തിനെതിരെ മറ്റു സമുദായങ്ങളെ തിരിച്ചുവിടാനും ശ്രമിക്കുന്ന ഇയാൾ സ്വന്തം യുക്തിവാദ നിലപാടുകളെ തന്നെ കാറ്റിൽ പറത്തുകയാണ്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെയും വിശ്വാസങ്ങളെയും വക്രീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് മാത്രമാണ് ഇയാളുടെ ലക്ഷ്യമെന്ന് ഈ വാക്കുകളിലൂടെ പകൽ പോലെ വ്യക്തമാണ്.
ഇസ്ലാം എന്നത് യുക്തിഭദ്രവും ശാശ്വതവുമായ നീതിയെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ഒരു ദൈവീക ദർശനമാണ്. ഇത്തരം അടിസ്ഥാനരഹിതമായ പരിഹാസങ്ങൾക്കൊന്നും ആ സത്യത്തെ മറച്ചുവെക്കാൻ സാധിക്കുകയില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ആരിഫ് ഹുസൈൻ ഡീബങ്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നോണയൊക്കെ നമ്മൾ ഇനി ചറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല.